മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമ മഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. ഇന്ന് വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നത് കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി. പ്രാർത്ഥനയോടെ ധ്യാന ചിന്തകൾ ശ്രവിക്കാം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 36 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും, യോപ്പയിൽ പേടമ്മാൻ എന്നർത്ഥമുള്ള തബീത എന്നു പേരുള്ള ഒരു ശിഷ്യയുണ്ടായിരുന്നു. അവൾ വളരെ സൽപ്രവൃത്തികളും ധർമ്മങ്ങളും ചെയ്തു പോന്നവളായിരുന്നു. അക്കാലത്ത് അവൾ ദീനം പിടിച്ച് മരിച്ചു. അവർ അവളെ കുളിപ്പിച്ച് ഒരു മാളിക മുറിയിൽ കിടത്തി. ലുദ്ദ യോപ്പയ്ക്ക് സമീപം ആകയാൽ പത്രോസ് അവിടെ ഉണ്ടെന്ന് ശിഷ്യന്മാർ കേട്ട്, നീ താമസിയാതെ ഞങ്ങളുടെ അടുക്കലോളം വരയണം എന്നപേക്ഷിപ്പാൻ 2 ആളെ അവൻ്റെ അടുക്കൽ അയച്ചു. പത്രോസ് എഴുന്നേറ്റ് അവരോടുകൂടെ ചെന്ന് എത്തിയപ്പോൾ അവർ അവനെ മാളിക മുറിയിൽ കൊണ്ടുപോയി. അവിടെ വിധവമാർ എല്ലാവരും കരഞ്ഞുകൊണ്ടും തബീത തങ്ങളോടുകൂടെ ഉള്ളപ്പോൾ ഉണ്ടാക്കിയ കുപ്പായങ്ങളും ഉടുപ്പുകളും കാണിച്ചുകൊണ്ടും അവൻ്റെ ചുറ്റും നിന്നു. പത്രോസ് അവരെയൊക്കെയും പുറത്തിറക്കി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ശവത്തിൻ്റെ നേരെ തിരിഞ്ഞ് തബീതെ എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. അവൾ കണ്ണു തുറന്നു, പത്രോസിനെ കണ്ടു, എഴുന്നേറ്റ് ഇരുന്നു. അവൻ കൈകൊടുത്ത് അവളെ എഴുന്നേൽപ്പിച്ചു. വിശുദ്ധന്മാരെയും വിധവമാരെയും വിളിച്ച് അവളെ ജീവൻ ഉള്ളവളായി അവരുടെ മുമ്പിൽ നിർത്തി. ഇത് യോപ്പയിലെങ്ങും പ്രസിദ്ധമായി. പലരും കർത്താവിൽ വിശ്വസിച്ചു. പിന്നെ അവൻ തോർക്കുലനായ ശീമോൻ എന്ന ഒരുവനോട് കൂടെ വളരെ നാൾ യോപ്പയിൽ പാർത്തു. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ പൗലൂസിൻ്റെ മാനസാന്തരവും അല്ലെങ്കിൽ ദൈവദർശനവും, തുടർന്ന് പൗലൂസ് ദമസ്കോസിലും പിന്നീട് യെരുശലേമിലും കർത്താവിന് സാക്ഷ്യം വഹിച്ചതും പിന്നീട് തർസോസിലേക്ക് തിരിച്ചു പോയതുമൊക്കെയാണ് അതിൻ്റെ ആദ്യ ഭാഗത്തുള്ളത്. എന്നാൽ അതിൻ്റെ അവസാന ഭാഗത്ത് പത്രോസ് അപ്പോസ്തലനാൽ ദൈവം ചെയ്ത ചില അത്ഭുത പ്രവൃത്തികളാണ്. ഐനിയാസ് എന്നു പേരുള്ള ഒരു പക്ഷപാത രോഗിക്ക് 8 വർഷമായി പക്ഷപാത രോഗം പിടിച്ച് കിടന്ന മനുഷ്യനെ പത്രോസ് ഒറ്റ വാക്കുകൊണ്ട് സൗഖ്യം നൽകുന്നത് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഒരു മരിച്ചയാൾ ഉയർപ്പിക്കുകയാണ്. പഴയ നിയമത്തിൽ ഏലിയാവ് എന്ന പ്രവാചകൻ മരിച്ച ഒരാളെ ഉയർപ്പിച്ചിട്ടുണ്ട്. ഏലീശ എന്ന പ്രവാചകനും മരിച്ച ഒരാളെ ഉയർപ്പിച്ചിട്ടുണ്ട്. യേശു മരിച്ച 3 ആളുകളെ ഉയർപ്പിച്ചതായിട്ട് രേഖയുണ്ട്. ഇവിടെ ഇതാ അതിനുശേഷം യേശുവിനോട് കൂടെ ജീവിച്ചിരുന്ന അല്ലെങ്കിൽ യേശുവിൻ്റെ അപ്പസ്തോലനായിരുന്ന പത്രോസ് മരിച്ച ഒരാളെ ഉയർപ്പിക്കുകയാണ്. പത്രോസ് ലുദ്ദ എന്ന സ്ഥലത്തായിരുന്നു. ആ സമയത്താണ് ഈ മരണം സംഭവിക്കുന്നത്. അത് യോപ്പയിലാണ്, യോപ്പ കടൽ തീരത്താണ്. നല്ലൊരു ഭക്തിയായ സ്ത്രീയായിരുന്നു. അവളെക്കുറിച്ച് തബീത എന്നൊരു ശിഷ്യ എന്നാണ് എഴുതിയിട്ടുള്ളത്. കർത്താവ് അന്ത്യനിയോഗം നൽകുമ്പോൾ പറഞ്ഞ, നിങ്ങൾ പുറപ്പെട്ട് സകലരെയും എൻ്റെ ശിഷ്യരാക്കുവിനെന്നാണ്, നിങ്ങളെൻ്റെ വിശ്വാസികളാക്കുവിനെന്നല്ല. യേശുവിനെ വിശ്വസിക്കാൻ ധാരാളം ആളുകൾ അക്കാലത്തും ഈ കാലത്തും
ഉണ്ട്. പക്ഷേ യോഹന്നാൻ 8-ാം അധ്യായത്തിൽ യേശു പറഞ്ഞത് തന്നെ വിശ്വസിച്ച യഹൂദന്മാരോട്, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ മാത്രമേ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരാകുകയുള്ളൂ. അപ്പോൾ ഒരാൾ വിശ്വസിച്ചതുകൊണ്ട് ഒരു ശിഷ്യനാകുന്നില്ല. കുരിശിൻ്റെ അടുക്ക വരുമ്പോൾ വിശ്വാസിയാവും. ക്രൂശ് ചുമക്കുമ്പോൾ മാത്രമേ ശിഷ്യനാകുന്നുള്ളൂ. യേശു അങ്ങനെ പറഞ്ഞു, തൻ്റെ ക്രൂശ് എടുത്ത് എൻ്റെ പിന്നാലെ വരാൻ കഴിയാത്തവൻ എൻ്റെ ശിഷ്യനാകില്ലെന്ന്. എന്താണ് ക്രൂശ് എടുക്കുക എന്ന് പറഞ്ഞാൽ? കുരിശൊരു കൊലമരമാണ്. ഒരാളെ കുരിശിൽ തൂക്കി കൊല്ലാൻ വിധിച്ച് കഴിയുമ്പോഴാണ് കൊലമരം കഴുത്തിൽ കൊടുക്കുന്നത്. കൊലമരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ഓപ്ഷനില്ല. അപ്പോൾ യേശുവിന് വേണ്ടി ഏത് സമയത്ത് മരിക്കാൻ ഞാൻ മനസ്സാണ് എന്നുള്ള ആ സമ്മതമാണ്, അല്ലെങ്കിൽ ആ സാങ്കല്പിക കുരിശ് എപ്പോഴും ചുമക്കുന്ന കാര്യമാണ് കർത്താവ് ഉദ്ദേശിച്ചത്. യേശുവിന് വേണ്ടി രക്തസാക്ഷിയാകാനുള്ള മനസ്സ്, അതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പനെയും അമ്മയും ഭാര്യയും മക്കളെയും നിലം പുരയിടങ്ങളെയും സ്വന്തം ജീവനെയും കൂടെ പഹിക്കുന്നവർക്ക് യേശുവിൻ്റെ ശിഷ്യരാകാൻ സാധിക്കൂ. ശിഷ്യന് ഒന്നാമത് പഠിക്കണം, രണ്ടാമത് മാതൃകയായി ജീവിക്കണം, മൂന്നാമത് മറ്റുള്ളവരെ പഠിപ്പിക്കണം. ഇവിടെ ഈ തബീതയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് യോപ്പയിലെ ഒരു ശിഷ്യ എന്നാണ്. അവൾ യേശുവിനെ കൈക്കൊണ്ടു, സ്നാനപ്പെട്ടു, കൂട്ടായ്മയിൽ വന്നു, ദൈവവചനം പഠിച്ചു, പിന്നീട് മാതൃകയായി ജീവിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അവൾ ദരിദ്രരായ പലർക്കും വസ്ത്രങ്ങൾ, അതായത് തയ്ച്ച് ഉടുപ്പൊക്കെ ഉണ്ടാക്കി സൗജന്യമായി കൊടുക്കുന്ന ഒരുവളായിരുന്നു. അവൾ ദീനം പിടിച്ച് മരിച്ചു. പക്ഷേ അവൾ മരിക്കാൻ പാടില്ല. അവൾ ഞങ്ങളോട് കൂടെ വേണം. പത്രോസിനെ വരുത്തിയാൽ തീർച്ചയായിട്ടും പത്രോസിന് അവളെ ഉയർപ്പിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസം ശിഷ്യന്മാർക്ക് അല്ലെങ്കിൽ വിശ്വാസികൾക്കുണ്ടായിരുന്നു. അവർ രണ്ടാളെ അയച്ചു, പത്രോസിനെ വരുത്തി. അപ്പോൾ മാളിക മുറിയിൽ അവളുടെ ചുറ്റും നിന്ന ആളുകൾ കരയുകയാണ്. പത്രോസ് അവരെല്ലാം പുറത്താക്കി. യേശുവും അങ്ങനെയാണല്ലോ. യായിറോസിൻ്റെ മകളെ ഉയർപ്പിച്ച സമയത്ത് കരഞ്ഞുകൊണ്ടിരുന്ന ആളുകളെയൊക്കെ പുറത്താക്കി. അതുപോലെ ഏലിയാവും ആ കുഞ്ഞിനെ ഉയർപ്പിച്ചപ്പോൾ അടുത്തുണ്ടായിരുന്നവർ പുറത്താക്കി. ഏലീശയും അങ്ങനെ തന്നെയാണ്. പത്രോസ് മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ട് തബീതയെ എഴുന്നേൽക്കാമെന്ന് പറഞ്ഞു. അവൾ എഴുന്നേറ്റ് നിന്ന് പത്രോസിനെ കണ്ടു. പത്രോസ് കൈ കൊടുത്ത് എഴുന്നേൽപ്പിച്ച് അവളെ അവരുടെ അടുക്കൽ കൊണ്ടുവന്നു. അനേകർ വിശ്വസിക്കാനിടയായി. പ്രിയപ്പെട്ടവരെ, യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചിരിക്കുന്ന എല്ലാവർക്കും എല്ലാ കാലത്തും മരിച്ചവരെയൊക്കെ ഉയർപ്പിക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യം വേണമെങ്കിൽ ചോദിക്കാം. സാധിക്കുകയില്ല. ഇത് അപ്പസ്തോലൻ്റെ ഒരു അധികാരമാണ്, അല്ലെങ്കിൽ അടയാളമാണ്. ഒരാൾ അപ്പസ്തോലനാകണമെങ്കിൽ ഒന്നാമത് യേശുവിനെ കണ്ടിരിക്കാൻ, രണ്ടാമത് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്യാനുള്ള കൃപാവരം ഉണ്ടായിരിക്കണം എന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. ഇവിടെ പത്രോസ് ചെയ്ത ഈ കാര്യം പൗലൂസിൻ്റെ മാനസാന്തരത്തിന് തൊട്ട് താഴെ എഴുതിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഇതിന് തുല്യം പൗലൂസും മരിച്ചവർ ഉയർപ്പിക്കും, അല്ലെങ്കിൽ രോഗികൾക്ക് സൗഖ്യം നൽകും. പത്രോസിന് തുല്യമായ അപ്പസ്തോലത്വം പൗലൂസിനുമുണ്ട് എന്നുള്ളത് കൂടെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ അപ്പസ്തോലന്മാരാൽ ദൈവം ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ മരിച്ചവർ ഉയർപ്പിക്കുന്നത് വരെ ചെയ്തത് എന്തിനാണ്? ഈ സുവിശേഷം വിശ്വസനീയമാണ് എന്ന് കാണിക്കാനാണ്. ഇബ്രാഹിലേഖനത്തിൽ എഴുതിയിട്ടുള്ളത് കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയത് ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചതൊന്നുമായ ഇത്ര വലിയ രക്ഷ എന്നാണ്. അപ്പോൾ ഈ രക്ഷ വിശ്വസനീയമാണ്. ഒരു മീൻപിടുത്തക്കാരനായിരുന്ന, സാമാന്യനും പഠിപ്പില്ലാത്തവനുമായിരുന്ന ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനെ ഉയർപ്പിക്കാൻ കഴിയുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിന് ശക്തി നൽകിയ യേശു ദൈവമാണ് എന്നുള്ള ഒരു വിശ്വാസം ആളുകൾക്കുണ്ടാകാനും ഈ സുവിശേഷ വചനം വിശ്വസനീയമാണ് എന്ന് ഉള്ള ഒരു ഉറപ്പ്
ഭാവി തലമുറകൾക്ക് നൽകാനുമാണ് ദൈവം ഇങ്ങനെ പത്രോസിനെ ഉപയോഗിച്ചത്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം മാത്രം നമുക്ക് ചിന്തിക്കണം. വിശ്വാസികൾക്ക് എത്ര നന്നായി ജീവിച്ചവരാണെങ്കിലും അസുഖം വരാൻ സാധ്യതയുണ്ട്, മരിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ആ സഹോദരൻ അല്ലെ ആ സഹോദരി മരിക്കാൻ പാടില്ലായിരുന്നു. അവർ ഞങ്ങളോടുകൂടെ കുറേ കാലം കൂടെ ജീവിക്കണമായിരുന്നു എന്നൊരു ചിന്ത സഹവിശ്വാസികൾക്കുണ്ടാകാനിടയായി തീരണം. ആ നിലയിലുള്ള ഒരു ജീവിതമാണ് കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. തബീത അതിനൊരു നല്ല മാതൃകയാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ജീവിതകാലം